ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ബുൾസായി ഉണ്ടാക്കാം. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ആവശ്യമുള്ളത്ര ബുൾസായി ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും. 2, 3, 4 അങ്ങനെ ഉണ്ടാക്കാം. 4 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ബുൾസായിക്ക് വേണ്ടിയിട്ടാണ്. ഒരേ സമയം തന്നെ ബുൾസായി കഴിക്കുന്ന ഫീലും എന്നാൽ മസാലയുടെ സ്പൈസി ഡിഷ് കഴിക്കുന്ന ഒരു സ്വാദം കിട്ടും. 4 കോഴിമുട്ടയ്ക്ക് വേണ്ട അളവിലാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കണേ. ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കിയതാണ്. 1 ടേബിൾ സ്പൂൺ ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട്. ഇങ്ങനെ നുറുക്കണതിന് പകരം പേസ്റ്റായിട്ട് ഉപയോഗിക്കാം. സബോള കനം കുറച്ച് ഒരേ കനത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 2 സബോള, 2 തക്കാളി നുറുക്കി, 3/4 കപ്പ് ഫ്രഷ് പീസ് എടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ കുതിർത്തി വേവിക്കേണ്ടി വരും. ഫ്രോസൺ പീസാണ് എളുപ്പം. പാനിലേക്ക് 4 എഗ്ഗിനും കൂടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ എണ്ണ വേണ്ടി വരും. ചൂടായിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നുറുക്കിയതിടാം. പേസ്റ്റ് ആണെങ്കിൽ സബോള ആദ്യം വഴറ്റിയിട്ട് മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി. റോസ്റ്റ് ആവണ്ട, പച്ചമണം മാറിയാൽ മതി. ഇനി സബോള നുറുക്കിയത് ഇതും വഴറ്റാം. സോഫ്റ്റ് ആവണം, വെന്ത് തിരി വഴന്ന് കിട്ടണം. ഇനി പീസ് ചേർക്കാം. പീസ് ഇല്ലെങ്കിൽ ബീൻസോ ക്യാരറ്റോ ചെറുതായിട്ട് നുറുക്കിയിട്ടും ചേർക്കാൻ പറ്റും. ഒന്ന് വേവട്ടെ. തക്കാളി ചേർക്കാം. തക്കാളി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുഴഞ്ഞ് കിട്ടും, എല്ലാം കൂടി മിക്സായിട്ട്. ഇനി ഉപ്പ്. ഈ മസാലയിലേക്ക് വേണ്ടത്ര ഉപ്പിട്ടിട്ടുണ്ട്. തക്കാളി പൊടയണ പോലെയായി. ഓരോ ഇൻഗ്രീഡിയൻറ്റും ചേർത്തതിന് ശേഷം ഒരു 30-40 സെക്കൻഡൊക്കെ മതിയാവും. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഹീപ്പ് ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, നിറത്തിന് വേണ്ടി 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഇപ്പോൾ പൊടികൾ ചേർത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ്. കൂടുതലും മസാല വേണമെങ്കിൽ സബോളയും തക്കാളിയും നുറുക്കിയത് കുറച്ചും കൂടി ചേർക്കാം. അപ്പോൾ ബുൾസൈഡ് ചുറ്റും നല്ല കട്ടിയിൽ മസാല വയ്ക്കാൻ പറ്റും. സാധാരണ രീതിയിൽ ഇത്ര മതിയാവും. ഇനി ഓരോ സ്പേസ് ഉണ്ടാക്കിയിട്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ 4 എഗ്ഗിന് വേണ്ട സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നിലും കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് പടർന്ന് മസാലയിൽ പിടിച്ച പോലെ ഉണ്ടാവും. ഇതിന് മുകളിൽ ഉപ്പ് വിതറാം. ബുൾസൈയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം മതി. കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ വേണ്ട രീതിയിൽ കുക്കായിട്ടുണ്ട്. ബുൾസൈ മസാലയുടെ നടുവിലായിട്ടുള്ള പോലെ കിട്ടും നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ. ഒരെണ്ണോ 2 ഒക്കെ ആയിട്ട് എത്ര വേണ്ട വെച്ചാൽ നമുക്ക് മുറിച്ചെടുക്കാം പാകത്തിന്. ബുൾസൈയുടെ ടേസ്റ്റിൻ്റെ കൂടെ മസാലയുടെ ഫ്ലേവറും കൂടി കിട്ടും. നല്ല സ്വാദാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ അവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.